എന്തിനാ നമ്മൾ ചെലവഴിച്ചത് ഒക്കെ കഴിഞ്ഞിട്ടാണോ നമുക്ക് ചിന്തിക്കാൻ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഒഴിവ് സമയങ്ങളെ നമ്മൾ അള്ളാഹിനോട് ഒഴിവ് സമയം ചോദിച്ചൊരു പക്ഷെ തിന്മയിൽ നമ്മൾ വീണിട്ടുള്ളത് ഒഴിവ് സമയം കൊണ്ടായിരിക്കും. മൊബൈലിൻ്റെ റീൽസ് ഇല്ലേ, 30 സെക്കൻഡ് 58 സെക്കൻഡ്. മുമ്പൊക്കെ പഴയ ആൾക്കാർക്കുള്ള പ്രശ്നം 2.5 മണിക്കൂറിൻ്റെ ഫിലിമായിരുന്നു. പഴയ ജാഹിലിയത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ സിനിമയ്ക്ക് പോയ മക്കളെ തല്ലും. പെരുന്നാളിൻ്റെ അന്ന് വാപ്പ മക്കൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കും. അന്ന് മാത്രം ഇളവാണ്, എക്സ്ക്യൂസ് കൊടുക്കാൻ അല്ലേ. നമുക്ക് ഒരു കാലച്ചും വേണ്ട. പക്ഷെ ആ 2.5 മണിക്കൂറിനേക്കാളും ഡേഞ്ചറാണ് റീലുകൾ. തോണ്ടി എത്ര ആയുസിൻ്റെ സമയങ്ങളെ നമ്മൾ നശിപ്പിച്ചേ. ഒഴിവ് സമയങ്ങൾ ഉണ്ടായപ്പോഴാണ് തിന്മയിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, എവിടെ അലം നശ്റഹ് ലക സദ്റക്, താങ്കൾക്ക് അല്ലാഹു തആല ഹൃദയവിശാല തന്നില്ല പറഞ്ഞ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ സൂറത്ത് ഇറക്കിയിട്ട് അല്ലാഹു പറയെ കയറ്റത്തിൻ്റെ കൂടെ ഇറക്കണ്ട്. പക്ഷെ എന്ത് വേണം? ഫഇദാ ഫറഅത ഫൻസബ്, ഒരു കാര്യച്ചൊന്ന് വിരമിച്ചാൽ അടുത്തയിലേക്ക് മുഴുകലാണ്. നമുക്ക് സത്യത്തിൽ ഒഴിവ് സമയമില്ലല്ലോ, അവസാനം വരെ നമുക്ക് അധ്വാനിക്കാൻ തന്നെ. പക്ഷെ അതിലൊക്കെ എന്താ അതിൻ്റെ അർത്ഥം? മുസ്ലിമിനില്ല എന്താണ്? കുടുംബത്തിൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി നമ്മൾ നല്ല നെയ്യച്ചുണ്ടോ? മുത്തുനബി പഠിപ്പിച്ച ദീനാൻ അനുസരിക്കലാണ്, പ്രതിഫലാണ് അല്ലേ. നമ്മൾ ഉമ്മമാർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തു, ഭർത്താവ് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, മക്കളെ ഒന്ന് താരാട്ടുപാടി കൊഞ്ചിച്ചു, ഒക്കെ ഇസ്ലാമിൽ പുണ്യല്ലേ. ശാരീരിക ബന്ധത്തിന് വരെ പുണ്യം പഠിപ്പിച്ചൊരു മതം. നമുക്ക് എവിടെയാ കുറവുള്ളത് പ്രിയമുള്ളവരെ? എല്ലാം വേണം അതൊക്കെ. അതുകൊണ്ട് നമുക്കൊരു വിശ്രമില്ലല്ലോ. ഫൈദാ ഫറഅത ഫൻസബ്, ഒരു കാര്യത്തെന്ന് വിരമിച്ചടുത്തയിൽ മുഴുകാൻ. പക്ഷേ ഒഴിവ് സമയങ്ങൾ ഹറാമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ എങ്ങനെ? അള്ളാഹ് ചോദിക്കും, സമ്പത്തില്ലേ? മിൻ അയ്ന ഇക്തസബാ, എവിടെ നിന്നാ നിന്റെ സമ്പാദ്യങ്ങൾ കടന്നു വന്നതെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഹലാലാണോ അതല്ല ഹറാമാണോ? എവിടെ നിന്നാ സമ്പാദ്യങ്ങൾ? മിൻ അയ്ന ഇക്തസബാ, എവിടെ നിന്നാ സമ്പാദിച്ചിട്ടില്ലേ? നമുക്ക് പറയാൻ പറ്റണ്ടേ? അഞ്ചാമതായി പറഞ്ഞു വഫീമ അഫ്നാ, എന്തിനാണതിന് ചെലവഴിച്ചത് എന്ന് അള്ളാഹിനോട് കണക്ക് പറയണമെന്നാണ്. നമ്മളൊക്കെ പറയുന്നത് അറിയാം, എൻ്റെ പൈസയാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെലവാക്കും. അത് ദുനിയാവിൽ പറയാൻ പറ്റും. അള്ളാഹിനോട് കണക്ക് പറയണം. 1 രൂപയുടെ നാണയത്തൊട്ട് ഹറാമായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറയാതെ പോവില്ല. ഇല്ല സഹോദരിമാരില്ല ഇവിടെ ഉണ്ടോ? എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അല്ല ഇത് പറയാൻ എന്താ അറിയോ? ഞാൻ പറയാൻ കാരണം നമ്മളൊക്കെ ചിന്തിക്കാൻ, അത് ആണുങ്ങൾ കണക്ക് പറഞ്ഞാൽ മതിയാവുന്നതാണ്. എൻ്റെ ഭർത്താവും ഗൾഫുകാരനാന്ന് കരുതി അയച്ചു കൊടുക്കുന്ന പണം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളില്ലേ, ആലോചിക്കണം. 8 മണിക്കൂറും 14 മണിക്കൂറും, ചില സൂപ്പർ മാർക്കറ്റിൻ്റെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർ 16 മണിക്കൂർ വരെ പെടാപ്പാട് പെട്ട് അധ്വാനിക്കുന്ന പണം ഭക്ഷണങ്ങൾ പോലും സ്കിപ്പ് ചെയ്ത് രാവിലെ ഉറക്കം മതിയാവാതെ ഷവറിന്റെ ചോട്ടിലല്ല, ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ തലക്ക് മേലൊഴിച്ച് കുടുംബത്തിന് എന്ന് പറഞ്ഞ് അധ്വാനിച്ച് അയച്ചു കൊടുക്കുന്ന പണം 1 രൂപയുടെ നാണയത്തൊട്ട് ഹറാമായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരിമാരെയും അല്ലാഹ് പിടിച്ചു വെക്കും. വഫീമ അഫ്ന, എന്തിനാ അത് ചെലവഴിച്ചത്? അള്ളാഹിനോട് കണക്ക് പറഞ്ഞിട്ടല്ലാതെ, അള്ളാഹുവിനോട് കണക്ക് പറഞ്ഞിട്ടല്ലാതെ പല ന്യായീകരണങ്ങളുടെ പേര് പറഞ്ഞ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോ അത് ആരോഗ്യത്തിനാണ്, ഹെൽത്തിനാണ് അല്ലേ. ലിപ്സ്റ്റിക് ഉപയോഗിക്കണം, മക്കളോട് ചോദിച്ചാൽ പറയാതെ ലിപ്പാമാണ്, ചുണ്ട് വിണ്ട് കീറാതിരിക്കാനാണ്. പല ന്യായീകരണം പറയും നമ്മൾ, അതിനെ കൊണ്ടുവരും. 1 രൂപ അധികമൊന്നും പറയണില്ല. വഫീമ അഫ്ന, എന്തിനാ ചെലവഴിച്ചെന്ന് കണക്ക് പറയണം. അള്ളാഹിനോട് എന്താ പറയാൻ പറ്റുക? വിചാരണകൾ നിസ്സാരല്ല. ഏതെങ്കിലും രൂപത്തിൽ ഒഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. കരഞ്ഞു നോക്കും. ആദ്യമേ അപകടങ്ങൾ മണക്കും വിചാരണയിലേക്ക് വരുന്നതിനും. കാരണം സ്വർഗം നരകമൊക്കെ അവസാനാണെങ്കിലും മരണം മുതൽ അറിയും നമ്മൾ സ്വർഗാണോ നരകാണോ എന്നല്ലേ. റൂഹ് പിടിക്കുമ്പോൾ അറിയും, മയ്യത്ത് കൊണ്ടുപോകും പറയും, ഖബറിലൂടെ വെച്ചാൽ അറിയും, വിചാരണയുടെ വേളയിൽ അറിയും, അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അറിയും. ആ സമയത്ത് പാപം ചെയ്ത ആളുകളുടെ ഇടത് കൈയിലൂടെ, തിന്മകൾ കൂടുതലുള്ള ആളുകളുടെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം കൊടുക്കുമ്പോ കരഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ലമ്മൂത്ത കിതാബിയാ,
എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ, എനിക്കതൊന്ന് കിട്ടാതിരുന്നെങ്കിൽ, ആ നേരത്തെ പറച്ചലുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇപ്പം തീരുമാനിക്കാം, ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള പഴുതുണ്ടോ? എല്ലാ തിന്മകളും അവിടെ വരും. ആരാരും അറിയാം. നമ്മളൊക്കെ പലപ്പോഴും തെറ്റ് ചെയ്യപ്പെടാൻ ആളുകളുടെ മുമ്പിൽ ആരും നമ്മളെ കാണില്ല, ആരും നമ്മൾ അറിയില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വരുന്ന ആദ്യത്തെ സാക്ഷി ആരാന്നറിയും? അള്ളാഹ്ക്ക് ഒരു സാക്ഷി വിസ്താരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അറിയണം, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അള്ളാഹു എല്ലാം ഉറ്റുനോക്കുന്നവനാണ്, അള്ളാഹു എല്ലാം വീക്ഷിക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. മാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ ലിയഅലമഹാ. ആ റബ്ബറിയാതെ മരത്തിൻ്റെ ഒരു ഇല പോലും പൊഴിയണില്ല, ഒരൊറ്റ ഇല പോലും പൊഴിയണില്ല. ലോകത്തെ ശതകോടി വൃക്ഷങ്ങളുണ്ടോ, അതിനെത്രയെങ്ങാനും ബ്രാഞ്ചുകളുണ്ടോ, ശിഖരങ്ങളുണ്ടോ? എത്രയാണ് അതിൻ്റെ ഇലകളെങ്കിൽ അതിൻ്റെ ഓരോ ഇലകൾ പൊഴിയുന്ന ഓരോ സ്പന്ദനങ്ങളും അറിയുന്നവൻ അല്ലാഹ്, അറിയുന്നവൻ അല്ലാഹ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. നമ്മളുടെ മനസ്സിൽ നമ്മൾ മറച്ചു വെക്കുന്നത് കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ആരറിഞ്ഞിട്ടുണ്ട്? പടച്ചോൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു മുഹീത്താൻ, അള്ളാഹു നമ്മുടെ വലയം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഹഫീലാണ്, അള്ളാഹു നമ്മുടെ മേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് റബ്ബറിയാതെ, അല്ല കാണാതെ, നിങ്ങളാലോചിച്ചൊക്കെ ഈ ബോധം നമ്മുടെ മക്കളിലും കൊടുത്താലേ അവരും നന്നാവൂലേ? എന്ന് ചില പേരൻസൊക്കെ പറയും, ബാംഗ്ലൂർക്കൊക്കെ മക്കളെ പഠിക്കാൻ വിടാൻ. ഞാൻ ഇപ്പോൾ മൈസൂരിൽ നിന്നാണ് വരുന്നത്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ രാവിലെ മഞ്ചേരി എത്തിയിട്ട് വരാൻ. ബാംഗ്ലൂരിൽ നമുക്ക് ഒരുപാട് സെൻറ്ററുകൾ, ഒരുപാട് മക്കളുണ്ട്, പല മേഖലയിൽ പഠിക്കുന്നവർ. അവിടെ ഹദീസിൽ പഠിക്കുന്നവർ മാത്രമല്ല, നമുക്ക് വിചാരിക്കും അവരാണ്. അവരുടെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ ദീന് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് അവിടെ. നമ്മളൊക്കെ പറയും മക്കൾ കേടുവരുന്നതാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അവിടെ പ്രവർത്തകനാണ് ഹാരിസ്ക. അള്ളാഹു ആഫിയത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. അദ്ദേഹം പറയാണ്, ഞാൻ മക്കളെ നാട്ടിലേക്ക് വിടാൻ പേടിയാണ്, ഇവിടെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വിചാരിക്കണതൊന്നല്ല, നമുക്ക് തകരാറ്. ബാംഗ്ലൂരിനൊരു തകരാറുമില്ല, നമുക്ക് തകരാറ്. എന്താണെന്നറിയാം? എൻ്റെ വിഷയം എന്താണെന്നറിയാം? നമ്മൾ വാപ്പാനെ പേടിച്ച് മക്കൾ തെറ്റ് ചെയ്യാതിരിക്കും, ഉമ്മാനെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കും. നമ്മൾ ആ ബോധ്യമാണ്. വാപ്പ വരുന്നുണ്ട്, ഉമ്മ വരുന്നുണ്ട്, വാപ്പ അടിക്കും, ഉമ്മ തല്ലും. ചെറുപ്പത്തിലൊക്കെ വാപ്പാൻ്റെ കൺട്രോൾ വരുന്നത്. പക്ഷെ അവരോട് നമ്മൾ ചെറുപ്പം മുതൽ ആദ്യത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൽ മാരിഫത്തുള്ളയാണ്, അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. അള്ളാഹ് കാണുന്നുണ്ട്. അപ്പോൾ അവരല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കും, അവരല്ലാഹ്ക്ക് വേണ്ടി തെറ്റിന്ന് മാറിക്കും. വാപ്പാക്ക് വേണ്ടി തെറ്റിന്ന് മാറുന്നോ, വാപ്പ ഇല്ലാത്ത അവസ്ഥ വന്നാൽ, വാപ്പാൻ്റെ കൺട്രോൾ ഇല്ലാതെ വന്നാൽ തെറ്റ് ചെയ്യും. അല്ലാഹ്ക്ക് വേണ്ടി തെറ്റിന്ന് മാറിക്കണ മക്കളാണോ, അവരെവിടെയും പതറില്ല കേട്ടോ, ഒരു തിന്മയിൽ അവർ പതറില്ല. അതുകൊണ്ട് ആ രൂപത്തിലൂടെ മക്കളെ കൊണ്ട് അള്ളാഹ് സാക്ഷിയാണ്. രണ്ടാമതൊരു സാക്ഷിയുണ്ട്, അള്ളാഹന്റെ നബിമാരാണ്. അള്ളാഹന്റെ നബിമാരെ സാക്ഷികളായി കടന്നവരാണ്. നമ്മൾ പറയും, എനിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഹദീസ് അയാൾ പറഞ്ഞ കാര്യം ഇയാൾ പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ എന്താ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? ഞങ്ങൾ സാധാരണക്കാരല്ലേ? അള്ളാഹന്റെ നബിമാരെ സാക്ഷികളായി കടന്നു വരുമെന്നാണ് നേരത്തെ ഓതിയ ആയത്തിൽ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ, നബിയേ അങ്ങയുടെ ഉമ്മത്തിൻ്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് റബ്ബ് ചോദിച്ചില്ലയോ? പ്രിയമുള്ളവരെ, നബിമാര് പറയുമല്ല, ഞങ്ങളുടെ ദൗത്യങ്ങളെ ഞങ്ങൾ നിർവഹിച്ചവരാണ്, അവരോട് നിന്റെ ഖുർആൻ ഓതിക്കൊടുത്തവരാണ്, നിന്റെ വഹി എത്തിച്ചു കൊടുത്തവരാണ്, നിന്റെ മതം ഞാൻ പൂർത്തീകരിച്ച് നൽകിയതാണ്. ഇല്ലെന്ന് പറയാൻ പറ്റോ? അറഫയുടെ മൈതാനിയിൽ അന്ന് അൽയൗമ അക്മൽതു ലക്കും എന്ന ഇസ്ലാം പൂർത്തീകരിച്ച ആയത്തിറങ്ങിയ അന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഷ്ഹദ്, നീ സാക്ഷിയാണല്ലോ, ഞാൻ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്ക് ഒരു കാരണം പറഞ്ഞ വിചാരണ വേളയിൽ രക്ഷപ്പെടാൻ പറ്റൂല. നബിമാര് സാക്ഷികളാൻ ഞങ്ങൾ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടല്ലോ ഉണ്ട്.
നമ്മൾ സാധാരണ മക്കളെ പറ്റി പറയൂലേ, പരീക്ഷയ്ക്ക് മാർക്കൊന്നുമില്ല, കുട്ടികളെപ്പോഴും പറയാൻ തരും സാറൊന്നും പഠിപ്പിച്ചില്ല എന്ന് പറയാം. രണ്ട് നിലപാടുണ്ട് മക്കളുടെ, അത് രക്ഷിതാക്കൾ അറിയണം. മാർക്ക് പഠിച്ച പറയും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കിയത്, മാർക്കില്ലെങ്കിൽ പറയും സാറൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും, അല്ലേ? അവർക്കൊരു പ്രായത്തിൻ്റെ ചാബല്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയും എന്താണ്, അധ്യാപകനൊന്നും പഠിപ്പിച്ചിട്ടില്ല. അയാൾ പറയാണ് ഞാൻ അത് ഇന്നെൻ്റെ ചാപ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്, ഇത് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ദുനിയാവിൻ്റെ കാര്യം എന്ന് വിചാരിക്കാം. ആഖിറത്തിൽ വന്നാലോ അള്ളാൻ്റെ നബിമാർ പറയും ഒന്നും സ്വർഗത്തേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ഒന്നും വിട്ടേച്ച് പോയിട്ടില്ല. മൂന്നാമതൊരു സാക്ഷി ഉണ്ടാരെന്നറിയോ? അള്ളാൻ്റെ മലക്കുകളാണ്. 50-ാമത്തെയും സൂറത്ത് ഖാഫ് 18-ാമത്തെ ആയത്താൻ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും ഇല്ലാതെ ഒന്നും കടന്നു പോണില്ല. റഖീബും അതീദും ഇല്ലാതെ ഒന്നും അവർ സംസാരിക്കുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞു, എന്ത് സംസാരിച്ചോ? ഇവിടെ ദുനിയാവിലൊക്കെ ഇങ്ങനെ പറയാം, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ആൾ പ്രൂഫ് കൊണ്ട് പറഞ്ഞതിൻ്റെ വീഡിയോ താൻ നമ്മൾ ക്ലിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കലില്ലേ, ഒക്കെ ദുനിയാവിൽ നടക്കും. പക്ഷെ അള്ളാൻ്റെ കോടതിയിലെ മുഴുവൻ റിക്കാർഡാണ്, മുഴുവൻ രേഖപ്പെടുത്തി വെച്ചേക്കാൻ. ഈ റമദാൻ അതിനുള്ള പരിശീലനം നമുക്ക് തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിയേ, കളവില്ല, ഏഷണില്ല, പരദൂഷണില്ല, ചതിയില്ല. ഇങ്ങോട്ടോ ചീത്ത വിളിച്ചവനോട് പോലും ക്ഷമയുടെ നെല്ലിപ്പടി കാണേണ്ടി വന്നപ്പോൾ ഞാനൊരു നോമ്പുകാരനാന്ന് പറഞ്ഞ് ശീലിക്കാൻ പഠിപ്പിച്ചതാണ് നമ്മളോട്. അങ്ങനെ ശീലിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. എങ്ങനെയാ പ്രിയമുള്ളവരെ ഒരു തിന്മയിലേക്ക് പോകാൻ? ഇതാണ് തഖ്വ. നോമ്പിൻ്റെ ലക്ഷ്യം അവിടെയാണ്. അതിക്ക് നമ്മൾ കിട്ടിയിട്ട് നോക്കേ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു ചോദിച്ചല്ലോ, ഉബയ്യെ മച്ചഖ്വ, എന്തിനാ തഖ്വ എന്ന് പറയുന്നത്? അമീറൽ മുഅ്മിനീൻ അമാ സലക്ത ത്വരീഖൻ ഫീഹി ഷൗഖ്, മുള്ളുള്ള വഴിക്കൂടെ അങ്ങ് നടന്നു പോയിട്ടില്ലേ? ഉമർ റളിയല്ലാഹു പറഞ്ഞു അതെ. മാദാ ഫഅൽത്, താങ്കൾ എന്താ ചെയ്യാറുള്ളത്? ഉശമ്മിസു അൻസാഖി, എൻ്റെ മുണ്ട് ഞാനിങ്ങനെ കയറ്റി പിടിക്കും. വഅൻദുറു ഇലാ ഖദമി, എൻ്റെ കാലിലേക്ക് ഞാനിങ്ങനെ നോക്കും. ഓരോ മുള്ളും എൻ്റെ കാലിൽ തറക്കുമോ എന്ന പേടി കാരണം സൂക്ഷ്മതയിലാണ് ഞാൻ നടക്കാറുള്ളതെന്നാണ്. നാട് മൊത്തം തിന്മയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കാതെ സൂക്ഷിച്ച് നടക്കാൻ. കണ്ടോ, അന്യൻ്റെ മുതലിനോട് ആഗ്രഹം വേണ്ട. അതിനാണ് നോമ്പ് നമ്മൾ ഭക്ഷണം മാറ്റി വെച്ച്, ഭക്ഷണം മാറ്റി, വെള്ളം മാറ്റി. നമ്മളെന്താ തിന്നാത്തെ, നമ്മളെന്താ കുടിക്കാത്തെ? നമ്മുടെ വീട്ടിൽ ഫുഡില്ലേ? ഞാനിങ്ങോട്ട് യാത്ര വന്ന യാത്രയിൽ എൻ്റെ കാറിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, അല്ലേ? നമ്മളാലോചിച്ചൊക്കെ, നമ്മളെല്ലാവരുടെ വീട്ടിലും അത്താഴത്തിൻ്റെ ബാക്കിയുണ്ട്, നോമ്പ് തുറന്നതിൻ്റെ ബാക്കിയുണ്ട്, അല്ലാതെ പാചകം ചെയ്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഇരിക്കുന്നുണ്ട്, ഇല്ലേ? എന്ത് നമ്മളാരും കഴിക്കാതിരുന്നേ? കുട്ടിക്കാലത്ത് പലരും എന്ത് ചെയ്യും? വെള്ളം കുടിക്കും, മുഖം കഴുകി വെള്ളം കുടിക്കുക, ഓതോടുത്ത് വെള്ളം കുടിക്കുക, വായ പിടിച്ച് വെള്ളം കുടിക്കുക. ചെറിയ മക്കളെ അത് ഉണ്ടാവും. 7 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിട്ടൊഴിവൊക്കെ നോക്കിയാണ്. 10 വയസ്സ് മുതൽ സ്ട്രിക്റ്റായിട്ട് എന്ത് ചെയ്യണം, പിടിച്ചേ പറ്റുള്ളൂ. അതിൽ നമ്മൾ അര നോമ്പും 3/4 നോമ്പൊക്കെ അലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ 10 വയസ്സ് മുതൽ മക്കളെ കഠിനമായൊരു നിയന്ത്രണത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം, അല്ലേ? ഈ ദാഹം പട്ടിണിയൊക്കെ സഹിച്ച് എന്തിനാ, ഉണ്ടായിട്ട് പോലും തിന്നാതിരുന്ന എന്തിനാ? നമ്മളുടെ ഭക്ഷണം തിന്നാതെ 1 മാസം ശീലിച്ച നമ്മളെങ്ങനെയാണ് റമദാൻ കഴിഞ്ഞ മറ്റൊരാളുടെ മുതൽ അത്യാഗ്രഹം ഉണ്ടാവുക? ലഅല്ലക്കും തത്തഖൂൻ, കണ്ടില്ലേ? അതുപോലെ തന്നെ സ്വന്തം ഇണയോട് താല്പര്യം തോന്നിയാലും വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. അതിനെ ലംഘിച്ചാൽ പ്രായച്ചിത്തമായി 60 ദിവസം നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞു. ഒരു നോമ്പെടുത്ത് വിട്ടാൽ പറ്റൂല. 56 നോമ്പ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വിട്ടുപോയാൽ പണിഷ്മെൻറ്റാണ്. ആദ്യക്കുന്ന വീണ്ടും തുടങ്ങുകയാണ്, കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യാൻ. എന്തിനാണ് ഇങ്ങനെ ശീലിച്ച മനുഷ്യൻ എങ്ങനെ റമദാൻ കഴിഞ്ഞ ദിന പോലുള്ള വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ ആ മനുഷ്യനെ കാണാം? ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നിസ്സാരെന്ന് കരുതിയത്, നിസ്സാരെന്ന് പറഞ്ഞത് അവിടെ കൊണ്ടുവരാൻ അള്ളാഹിൻ്റെ അടുക്കലേ. നിങ്ങളിതൊക്കെ മലക്കുകളൊക്കെ രേഖപ്പെടുത്താൻ ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അത് നാട്ടിൻപുറത്ത് നിസ്സാരല്ല. ഞാനൊക്കെ ഫസ്റ്റ് PSC കിട്ടിയിട്ട് കൊല്ലത്ത് പോയ സമയത്ത് ആദ്യത്തെ PSCയിൽ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ അസഭ്യമായിട്ട് ഉപയോഗിക്കുന്ന പദം അവിടെ കൂളായിട്ട് സ്കൂൾ മക്കളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം കേൾക്കുമ്പോഴൊരു തരിപ്പുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ അവിടുത്തെ അധ്യാപകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ നോർമലി ആളുകൾ പറയുന്ന വാക്കാണ്, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മളിവിടെ നോർമലി പറയുന്നത് അവിടെ സീരിയസ് ആയൊരു പദം ഉണ്ട്. ഏതാന്ന് പറയാനൊന്നും ഞാൻ നിൽക്കണില്ല. പക്ഷേ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെട്ട് പറയാം. ഒക്കെ അള്ളാൻ്റെ അടുക്ക പ്രശ്നമാണ്. നമ്മളിത് ആലോചിക്കണത് ആര് ലൈസൻസ് തന്നോന്നാണ്. എൻ്റെ നാട്ടിൽ പ്രശ്നമല്ല, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമല്ല, എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കണം, അതൊന്നുമില്ല.
അല്ല ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചോ? നോമ്പതിന്റെ വഴിക്ക് പോയി. അള്ളാന്റെ അടുക്കൽ എന്തിനാ നിന്റെ ഈ പദം ഉപയോഗിച്ചത്? എഴുതപ്പെട്ടു കഴിഞ്ഞു. ചോദിക്കുമല്ല, വിട്ടുപോകില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ സാക്ഷികളാണ്. എവിടെയാ രക്ഷപ്പെടാൻ പഴുത്? നാലാമതായി സാക്ഷിയുണ്ട് ഗ്രന്ഥങ്ങളാണ്. 18-ാം അധ്യായം 46-ാമത്തെ ആയത്ത്. രേഖ സാക്ഷിയായിട്ട് കൊണ്ടുവരാ. മാലിഹാദൽ കിതാബ് ലാ യുആദിറു സഈറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണല്ലോ, ചെറുതും വലുതുമായിട്ടൊന്നുമേ നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ റബ്ബേ. നിസ്സാരമെന്ന് കരുതിയത്, സാരമില്ല എന്ന് കരുതിയത്, ചെറുതല്ലേ എന്ന് കരുതിയത്, അത് മുഴുവനും അവിടെ രേഖയാണ്. മുഴുവനും അവിടെ രേഖയാണ്. നമുക്കൊക്കെ ഉള്ള തകരാറതാണ്. അതൊക്കെ സാരമില്ല, നിസ്സാരല്ലേ. ഇയാക്കും അൽ മുഹ്തഖിറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് ഗൗരവത്തോടുകൂടെ കാണണമെന്നാണ് ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. നമുക്കൊരു നിലക്കും ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അഞ്ചാമതൊരു സാക്ഷിയാണ്, വെരി ഇമ്പോർട്ടൻ്റാണ്. ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയ പാപത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് വറക്കും. അതേതാണെന്നറിയോ? ഈ ശരീരം നമുക്കെതിരെ സാക്ഷി പറയുന്ന നിസ്സാരമായ കാര്യമാണോ? ശരീരം നമുക്കെതിരെ സാക്ഷി പറയുന്ന اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ അല്ലാഹു പറയാണ്, അന്നവരുടെ വായകൾ സീല് വെക്കുകയാണ്. കൈകളാണ് അല്ലാഹുവോട് സംസാരിക്കുന്നത്, കാലുകളാണ് സാക്ഷി പറയുന്നതെന്നാണ്. ഒഴികഴിവുകൾ പറയാൻ, ന്യായീകരണങ്ങൾ പറയാൻ ഒന്നും പറ്റൂല. ആർക്കൊന്നും പറയാൻ പറ്റൂല, ഒന്നും ന്യായീകരിക്കാൻ പറ്റൂല. പക്ഷേ കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ഒരു പടി കൂടെ കടന്നിട്ട് അല്ലാഹു സൂറത്ത് ഫുസ്സിലത്തിലെ 20, 21, 22 ആയത്ത് ഒരു പടി കൂടെ പറഞ്ഞ വാക്കെന്നറിയോ? അല്ലാഹുവോട് സാക്ഷി പറയുന്നത് സംഉഹും അബ്സാറുഹും വജുലൂദുഹും, അവരുടെ കേൾവികളാണ്, അവരുടെ കാഴ്ചകളാണ്, അവരുടെ തൊലികൾ പോലും അല്ലാഹുവോട് സാക്ഷി പറയുകയാണ്. ആരാരും അറിയാതെ നിശയുടെ നിശബ്ദതയിലൂടെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കണ്ടുപോയതല്ലാ. സ്വന്തത്തിനെതിരെ സാക്ഷി പറയാൻ വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ കേട്ടുപോയ ഹറാമുകളോട് അവന്റെ കാത് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലാ. എന്നെ കൊണ്ടാ കേട്ടുപോയത്. സംസാരിക്കാൻ പാടില്ലാത്തവരോട് സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരും നമ്മൾ മാത്രം അറിഞ്ഞ സ്വകാര്യതയാണെങ്കിൽ കാത് പറയും അല്ലാഹുവോട്, അല്ലാഹുവേ എന്നെ കൊണ്ടാണ് ഇവൻ കേട്ടുപോയത്. ഞാനത് പറഞ്ഞത് ഗൗരവമുള്ളതുകൊണ്ട് തന്നെ, കാരണം ഇതൊന്നൊക്കെ സമൂഹത്തിലൊരു പ്രശ്നമില്ലാതായി മാറി. അന്യ സ്ത്രീയുടെ സ്വരം ഔറത്താണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള മറുപടി ഔറത്തല്ല എന്നാണ്. ഔറത്തല്ല ഒരു പെണ്ണിനാണിനോട് സംസാരിക്കുക. പക്ഷേ സംസാരത്തിൻ്റെ ശൈലി മാറിയാൽ അത് ഔറത്താവുന്ന മേഖലയുണ്ട്. ഭർത്താവിനോടല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ശൈലികളുണ്ട്. നമ്മളിത് ആലോചിക്കേണ്ടത് വിവാഹം കഴിഞ്ഞവരാണെങ്കിലും വിവാഹം ഉറപ്പിച്ചവരാണെങ്കിലും. വിവാഹം ഉറപ്പിച്ചവർ സംസാരിക്കുന്നവർക്ക് അല്ലാഹു ഹലാലാക്കിയിട്ടില്ല. വിവാഹം കഴിഞ്ഞവർ മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ എത്ര ദീനിൻ്റെ വക്താക്കളാന്ന് പറയണവരും സമൂഹത്തിലെ നല്ല മുഖച്ഛായുള്ളവരും മോട്ടിവേഷന് വേണ്ടി നടക്കണവരും ഒക്കെ ഉണ്ട്. അവരുടെ പിന്നാമ്പുറങ്ങളിലെ മുഖമൂടികൾ താഴെ വീഴുമ്പോൾ ദുനിയാവിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അല്ലാഹുവിൻ്റെ കോടതിയിൽ കാത് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലാ. അവന്റെ തൊലികൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ടാണ് തൊട്ടുപോയത്. അന്യ സ്ത്രീയെ, അന്യ പുരുഷനെ തെറ്റായ രീതിയിലൂടെ തൊടുന്നതിനേക്കാളും നല്ലത് അവന്റെ മൂർധാവിലൂടെ ആണി അടിച്ചിറക്കലാണ്,
ആണി അടിച്ചറക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി ഉദ്ധരിച്ച സുനനിലൂടെ കാണാം. മൂർധാവിലൂടെ ആണി അടിച്ചറക്കലാണ്. പ്രിയമുള്ളവരെ, തൊലികൾ പറയും എന്നെ കൊണ്ടാണ് തൊട്ടുപോയത്. അവസാനം ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിതും അലൈനാ, അവൻ തന്റെ തൊലികളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്, എന്തിനാണ്? കാരണം ആ രംഗം നിസ്സാരമില്ല. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യന് അള്ളാഹു വിരൂപിയായിട്ടാണ് നരകത്തിലേക്ക് എറിയുന്നത്. അവന്റെ പല്ലിന്റെ മോണക്ക ഉഹുദ് പോലെയാണ്. 2 കിലോമീറ്റർ ഉയരവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഉഹുദിന്റെ ജബലെടുക്ക് പോലെയാണ് പല്ലിന്റെ മോണായെങ്കിൽ ഇരിക്കുന്ന സ്ഥലം ബൈന മക്ക വൽ മദീന, മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണെങ്കിൽ 2 ഷോൾഡറുകളുടെ ദൂരമെന്ന് പറയുന്നത് മസീറത സലാസത അയ്യാം, 3 ദിവസത്തിന്റെ സഞ്ചാര ദൂരമാണ്. അതിനും മേലെയാണ് അവരുടെ തൊലികള്. നരകത്തിലെറിയുന്ന മനുഷ്യന്റെ സ്കിന്ന് 42 മുഴമാണ്. 42 മുഴമാണ്. എന്തിനാന്നറിയോ? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെ വേദന അറിയുന്നത് ഏത് മുഖാന്തരാണ്? ത്വക്ക് മുഖാന്തരാണ്. ഏറ്റവും വലിയ അവയവമായ ത്വക്ക് മുഖാന്തരം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല ഉറുമ്പ് കടിക്കണ വേദനയുള്ളൂ. ആദ്യത്തെ ഒരു വേദന കഴിഞ്ഞാൽ ആ മാംസം ഭേദിക്കുന്നൊരു വേദന സ്കിന്നിനാണ്, അല്ലേ? പക്ഷെ അല്ലാഹ് പറയാം 42 മുഴമായി ഈ തൊലിയെ മാറ്റും. എന്നിട്ടോ അത് നരകത്തിലൂടെ പഴുപ്പിക്കുമ്പോ കുല്ലമാ നദിദത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത് പാകമാകുമ്പോ അള്ളാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുകയാണ്. അഥവാ ഒരു ശമനമില്ല, ഒരു സാന്ത്വനമില്ല, ഒരു ആശ്വാസമില്ല. നരകത്തിലൂടെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്, ലിമ ശഹിതും അലൈനാ, എന്തിനാ നമുക്കെതിരെ നീ സാക്ഷി പറഞ്ഞത്? ഖാലൂ അൻതകനല്ലാഹ് അൻതക കുല്ല ശൈ, എല്ലാ വസ്തുക്കളെ പറ്റിയും സംസാരിപ്പിച്ച റബ്ബാണ്, എന്നെയും സംസാരിപ്പിച്ചത് എന്നാണ്. അല്ലാഹ് സംസാരിപ്പിച്ചതാണ്. കാരണം ഈ തൊലി തന്നെ അനുഭവിക്കേണ്ടി വരല്ലേ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ളൊരു പേടി. നിങ്ങളറിയോ, ഉമർ റളിയല്ലാഹു അൻഹുക്ക് അധികാരത്തെന്ന് വിട പറയുമ്പോൾ അദ്ദേഹം കുത്തുകൊണ്ട് കിടക്കുന്ന നേരത്തെ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുമ്പോൾ 6 പേരെ തിരഞ്ഞെടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. പക്ഷെ എൻ്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമറിന് നിങ്ങൾ ഖിലാഫത്ത് കൊടുക്കരുതെന്ന് 6 ആളിൽ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. പക്ഷെ 6 ആളെ പറഞ്ഞിട്ട് പ്രത്യേകം അടിച്ചു പറഞ്ഞു, എൻ്റെ മകൻ ഒരിക്കലും കൊടുക്കരുതെന്ന്. നല്ല വാപ്പാരെ ആലോചിക്കുക, ഇറങ്ങുമ്പോഴത്തേനും മക്കളെ തിരികെ കയറ്റണം എന്നല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണ്? എൻ്റെ മോന് കൊടുക്കരുത്. കാരണം ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ കണക്ക് പറഞ്ഞാൽ മതി, ഒരാൾ കണക്ക് പറഞ്ഞാൽ മതി. അവരൊരു ഭയം കണ്ടില്ലേ? അതുകൊണ്ട് ആ ഒരു ഭയപ്പാടും ചിന്തകളൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളോട് എന്തിനെ പറ്റി ചോദിക്കുന്നുവോ നിങ്ങൾ ആലോചിച്ചൊക്കെ. ഖബറിലും ചോദ്യമുണ്ട്, പരലോകത്തും ചോദ്യമുണ്ട്. ഇങ്ങനത്തെ ഒരു എക്സാം ലോകത്ത് വേറുണ്ടോ? ക്വസ്റ്റ്യൻ നേരത്തെ ഔട്ട് ചെയ്ത് തന്നിട്ടില്ലേ? ഖബറിൽ ഇന്നതാ ചോദിക്കുക, പരലോകത്ത് ഇന്ന കാര്യങ്ങളാണ് ചോദിക്കപ്പെടുക. അത് കൃത്യമാക്കി കടന്നു ചെല്ലുന്നതിന് പകരം അശ്രദ്ധയിലൂടെ നമ്മൾ ജീവിക്കല്ലേ. ആദ്യമായി കടന്നു വരുമ്പോൾ അല്ലാഹ് ചോദിക്കുന്ന ഒരു ഇബാദത്തുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.